ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലുള്ള മെറ്റബോളിസം എന്ന് പറയുന്ന ടോപ്പിക്കിലത്തെ ഫസ്റ്റ് ടോപ്പിക് ഗ്ലൈക്കോജനസിസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലത്തെ ബാക്കി ടോപ്പിക്സാണ് ഗ്ലൈക്കോജനോലൈസിസ്, ഗ്ലൈക്കോലൈസിസ്, ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അതൊക്കെ നമ്മൾ വഴി അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഗ്ലൈക്കോജനസിസ്. അപ്പോൾ എന്താണ് ഗ്ലൈക്കോജനസിസ്, അതിൻ്റെ മേജർ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കജൻ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നത്. ദി ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കജൻ ഫ്രം ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കജൻ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നത്. ഇത് എപ്പോൾ സംഭവിക്കുന്നു? ഈ ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്ക് പ്ലേസ് വെൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആർ സഫിഷ്യൻ്റ്ലി ഹൈ. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി കഴിയുമ്പോഴാണ് ഈ ഗ്ലൈക്കോജനസിസ് നടക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഗ്ലൈക്കോജനസിസ് നടക്കുന്നത്. ആൻഡ് ഇത്തരത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നത് ലിവറിൽ അല്ലെങ്കിൽ മസിൽസിലായിരിക്കും. ഓക്കെ, അപ്പം ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ്റെ ഫോർമേഷനാണ് ഫ്രം ഗ്ലൂക്കോസ്. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി കഴിയുമ്പോഴാണ് ഗ്ലൈക്കോജനസിസ് നടക്കുന്നത്. ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഗ്ലൈക്കോജനെ ലിവറിലും അതുപോലെ തന്നെ മസിൽസിലും സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മേജർ സ്റ്റെപ്സ് നോക്കാം. ആദ്യം തന്നെ ഗ്ലൂക്കോസിന് ഫോസ്ഫോറിലേഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, അതായത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഗ്ലൂക്കോസിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ആഡ് ചെയ്യപ്പെടുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ATP ADP ആയിട്ട് മാറുന്നു. അതിൻ്റെ അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈംസ് ആണ് ഹെക്സോകിനേസും ഗ്ലൂക്കോകിനേസും. അതായത് നമ്മൾ പറഞ്ഞു ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നത് മസിൽസിൽ അതുപോലെ തന്നെ ലിവറിലാണെന്ന്. ഇത് മസിൽസിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈം ഹെക്സോകിനേസും, അതുപോലെ തന്നെ ലിവറിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈം ഗ്ലൂക്കോകിനേസുമാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഇപ്പം എന്ത് സംഭവിച്ചു? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ബൈ യൂസിങ് എ ഫോസ്ഫേറ്റ് ATP ADP ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസിൻ്റെ 6ാമത്തെ പൊസിഷനിൽ വന്നിരുന്നിട്ടാണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫോം ചെയ്തത്. ഇനി ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് ഐസോമറൈസേഷനാണ് സംഭവിക്കുന്നത്. അതായത് ഇപ്പം 6ാമത്തെ പൊസിഷനിലിരിക്കുന്ന ഫോസ്ഫേറ്റ് അടുത്ത സ്റ്റേജിലാകുമ്പം ഗ്ലൂക്കോസിൻ്റെ 1ാമത്തെ പൊസിഷനിൽ വന്നിരിക്കും, ഫസ്റ്റ് കാർബണിൽ വന്നിരിക്കും. അതാണ് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ്. അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്. ഓക്കെ, ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടായി. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് ഐസോമറൈസേഷൻ സംഭവിച്ചിട്ട് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് UDP ഗ്ലൂക്കോസ് ഫോർമേഷൻ ആണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, UDP ഗ്ലൂക്കോസ് ഫോർമേഷൻ. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചെങ്കിൽ UDP ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് UDP ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഫോസ്ഫേറ്റിൻ്റെ എലിമിനേഷനാണ് നടക്കുന്നത്. ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിലുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എലിമിനേറ്റ് ആയി പോകും. അതുപോലെ തന്നെ ഇവിടെ യൂറിഡിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ട്, UTP. ഈ UTPയിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് എലിമിനേറ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പം ഈ UTP അതായത് യൂറിഡിൻ ട്രൈഫോസ്ഫേറ്റ് എന്നുള്ളത് യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും, അതായത് UDP ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിലെ ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് പോയപ്പോൾ അവിടെ എന്ത് മാത്രമായി? അവിടെ ഗ്ലൂക്കോസ് മാത്രമായി. UTPയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് പോയപ്പോൾ അവിടെ ഒരു UDP മാത്രമായി. അപ്പോൾ ഈ UDPയും ഈ ഗ്ലൂക്കോസും കൂടി ചേർന്നിട്ട് UDP ഗ്ലൂക്കോസായിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ UDP ഗ്ലൂക്കോസ് ഫോം ചെയ്തു. ഇനി നമുക്ക് ഗ്ലൈക്കോജൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലൈക്കോജനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൈക്കോജനിൻ എന്ന് പറയുന്ന പ്രോട്ടീനും UDP ഗ്ലൂക്കോസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൈക്കോജൻ പ്രൈമർ ഫോം ചെയ്യും. ഓക്കെ, അപ്പം ആദ്യം ഒരു പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ഗ്ലൈക്കോജനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ പ്രൈമറിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ UDP ഗ്ലൂക്കോസും
കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീനിൽ തൈറോണിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡിലൊരു OH ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ OH ഗ്രൂപ്പ് അമിനോ ആസിഡിലുള്ള ഗ്ലൈക്കോജൻ പ്രോട്ടീനിൽ ഗ്ലൈക്കോജനിൻ എന്ന് പറയുന്ന പ്രോട്ടീനിലെ തൈറോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിലെ OH ഗ്രൂപ്പും UDPയും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഗ്ലൈക്കോജൻ പ്രൈമർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൈക്കോജൻ പ്രൈമർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് 1,4 ഗ്ലൈക്കോസൈൽ റെസിഡ്യൂ ഫോം ചെയ്യും. അതായത് പ്രൈമർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഗ്ലൈക്കോജൻസ് ഒരുപാട് ഗ്ലൈക്കോജൻസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് അവിടെ നടക്കുന്നത് ഗ്ലൈക്കോജൻ്റെ ഇലോങ്ങേഷൻ ആണ്. ഒരെണ്ണം ഫോം ചെയ്ത് കഴിഞ്ഞു, അതേപോലത്തെ സിമിലർ കോപ്പീസ് നമുക്ക് ഇലോങ്ങേറ്റഡ് രൂപത്തിൽ കിട്ടണം. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് ഗ്ലൈക്കോജൻ സിന്തേസ്. ഇത്തരത്തിൽ ഗ്ലൈക്കോജൻ സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഇലോങ്ങേറ്റഡ് ചെയിനിനെയാണ് നമ്മൾ 1,4 ഗ്ലൈക്കോസൈൽ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1,4 ഗ്ലൈക്കോസൈഡ് റെസിഡ്യൂവിലുള്ള ലിങ്കേജ് എന്ന് പറയുന്നത്, ഈ ബോണ്ട് എന്ന് പറയുന്നത് α1,4 ബോണ്ടാണ്. ഓക്കെ, α1,4 ബോണ്ടാണ് അവരുടെ ഇടയിലുള്ളത്. ഇവിടെ ബ്രാഞ്ചിങ് ഇല്ല, ജസ്റ്റ് ഇലോങ്ങേഷൻ മാത്രമാണ്. ഈ ഗ്ലൈക്കോജൻ്റെ ഇലോങ്ങേഷൻ മാത്രമാണ് ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാവുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ അല്ല, ഹൈലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ. അതായത് ഈ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ അല്ല, ഹൈലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള 1,4 ഗ്ലൈക്കോസൈൽ റെസിഡ്യൂ എന്നുള്ളത് ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറാണ്. ഇത് നമുക്ക് ബ്രാഞ്ചഡ് സ്ട്രക്ചർ ആക്കണം. അതായത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് നമുക്കിത് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഒരു ബ്രാഞ്ചിങ് എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് ഗ്ലൈക്കോസൈൽ 1,4 ട്രാൻസ്ഫറേസ്. ഓക്കെ, ഗ്ലൈക്കോസൈൽ 4,6 ട്രാൻസ്ഫറേസ്. അപ്പം ഈ ഗ്ലൈക്കോസൈൽ 4,6 ട്രാൻസ്ഫറേസ് വെച്ചിട്ട് ഈ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജനെ ബ്രാഞ്ച്ഡ് ആക്കുന്നു. അങ്ങനെയാണ് ഗ്ലൈക്കോജൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇലോങ്ങേറ്റഡ് അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ്റെ ബോണ്ടിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രാമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇലോങ്ങേറ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു ചെയിൻ ഇലോങ്ങേറ്റഡ് ആണ്. ഇവിടെയുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് α1,4 ബോണ്ടാണ്. അതായത് ഈ ഗ്ലൂക്കോസിൻ്റെ ഒന്നാമത്തെ കാർബൺ ആറ്റവും അതുപോലെ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ 4ാമത്തെ കാർബൺ ആറ്റവും തമ്മിലാണ് ബോണ്ട് വന്നിട്ടുള്ളത് ഈ ഇലോങ്ങേറ്റഡ് ചെയിനിൽ. ഓക്കെ, ഇനി ബ്രാഞ്ചിങ് വരുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ 1ാമത്തെ കാർബൺ ആറ്റവും അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ 6ാമത്തെ കാർബൺ ആറ്റവും തമ്മിലാണ് ബോണ്ടിങ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ബ്രാഞ്ചിങ്ങിൽ വരുമ്പം അവിടുത്തെ ബോണ്ടിങ് α1,6 ബോണ്ടും അതുപോലെ തന്നെ ഇലോങ്ങേഷൻ വരുമ്പം, അതായത് ഒരു ഇലോങ്ങേറ്റഡ് ചെയിൻ ആണെങ്കിൽ അതിലത്തെ ബോണ്ട് എന്ന് പറയുന്നത് α1,4 ബോണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്ലൈക്കോജനസിസിൽ പറയാനുള്ളത്. അപ്പം മേജറായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എവിടെ വെച്ച് നടക്കുന്നു, എന്താണ് പ്രോസസ്സ്, ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എൻസൈംസുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ബ്രാഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യത്തിലും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിലും ഉള്ള ബോണ്ടുകൾ ഏതൊക്കെയായിരുന്നോ, ഏതാണ് ബ്രാഞ്ചിങ് എൻസൈം എന്നുള്ളത് ആലോചിക്കുക. എന്താണ് ഗ്ലൈക്കോജൻ പ്രൈമർ എങ്ങനെ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.